സാറിന് ഇത് കാണാൻ കണ്ടില്ലേ സാർ? സാറിന് തൊപ്പിക്കുകയല്ലേ സാർ ഇതെല്ലാം നടക്കുന്നത്? നാട്ടിൽ അക്രമം ഉണ്ടായി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടാൽ കട കത്തിച്ചു കളയും സാർ. എന്റെ കട കത്തിച്ച ചോദിക്കാനാവില്ലേ സാർ? സാധാരണക്കാരന് ചുട്ടുകരിച്ച ചോദിക്കാനാവില്ലേ സാർ? എന്റെ സർവസ്വം പോയി സാർ, എന്റെ സർവസ്വം പോയി. ഞാൻ പറയുന്നൊന്ന് കേൾക്കണം സാർ. ഞാൻ ഇവിടുത്തെ നാട്ടുകാരെ പറ്റിച്ച് ഒരുപാട് നാൾ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും എന്നെ കൊണ്ട് തയ്ക്കാൻ പറ്റുന്നില്ല. ഇത് കത്തിച്ചാരാണെന്ന് എനിക്കറിയാം. മാർക്കോസ് മുതലാളിയുടെ മകനാണ് സാർ. അവൻ എവിടെ ഒളിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം സാർ. എവിടാ അവൻ? Rascal. പോലീസ് സ്റ്റേഷൻ സാർ. ഉണ്ട് സാർ. സാർ, CA അദ്ദേഹം വിളിക്കുന്നു. സാർ, അറസ്റ്റ് ചെയ്തു. 436 ആണ്. ഇനി എന്തെങ്കിലും മറച്ച് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് മൊത്തം ക്ഷീണമാണ് സാർ. സാർ, ഇത്രയും വേണോ സാർ? എന്താ കാര്യം? മാർക്കോസ് മുതലാളിയുടെ മോന. എന്തോന്ന് മാർക്കോസ് മുതലാളി? ആരാണ് അയാൾ? ഒരു മാർക്കോസ് മുതലാളി, മുതലാളിയുടെ സൈക്കിൾ, മുതലാളിയുടെ മോൻ. അന്ന് ആ കൊച്ചുകുട്ടി അവൻ അവകാശപ്പെട്ട പറമ്പിൽ കയറി തേങ്ങയിട്ടപ്പോ അവനെ ലോക്കപ്പിലിടാൻ നിങ്ങൾക്ക് എന്ത് ധൃതിയായിരുന്നു? എപ്പോഴേ ലോക്കപ്പിലിടേണ്ട ഇവനെ ഞാനൊന്ന് പിടിച്ച് അകത്താക്കിയപ്പം എന്താ പ്രയാസം? സാർ, നമ്മൾ ഈ യൂണിഫോം ഇടുന്നുണ്ടെങ്കിലും അത് തയ്പ്പിച്ചു തരുന്നത് അവരാന്നാ പറയുന്നത്. ലജ്ജയില്ലേ ഗോപിപ്പിള്ള ഇത് പറയാൻ? ഈ ധാരണ അവർക്ക് കൊടുത്തതാണ് എന്റെയും നിങ്ങളുടെയും ശാപം. നാം മാസാമാസം വാങ്ങുന്ന ശമ്പളം എന്ന് പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരന്റെ വിയർപ്പാണ്. ആ വിയർപ്പിന്റെ വില മറന്ന് നാം ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല, ആരായാലും എന്തായാലും. യെസ് ജോർജ് തോമസ്. എന്താ പോയപ്പിള്ളേ? ഉണ്ടല്ലോ. ഓ, DIG വിളിച്ചിരുന്നോ? ഉടനെന്ന് കാണണമെന്നോ? ശരി, പറഞ്ഞേക്കാം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. ശരി. മാർക്കോസ് മുതലാളിയുടെ മകനെ അറസ്റ്റ് ചെയ്തു അല്ലേ? സാർ, കൊള്ളാം. ആ പയ്യനെ പറ്റി ഇതിനു മുൻപും പല കംപ്ലൈന്റ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന പല ആൾക്കാരോടും അക്കാര്യം ഞാൻ സൂചിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷെ അവർക്ക് ആർക്കും ഇത്തരത്തിലുള്ള ഒരു സ്റ്റെപ്പ് എടുക്കാനുള്ള അവസരമോ ധൈര്യമോ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് അത് സാധിച്ചു. ഐ ഡു അപ്രീഷിയേറ്റ് യുവർ ഗട്ട്സ്. താങ്ക് യു സർ. പക്ഷേ നിങ്ങളെപ്പോലെ കഴിവുള്ള ഇൻസ്പെക്ടേഴ്സ് ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതിൽ ഡിപ്പാർട്ട്മെന്റിന് യോജിപ്പില്ല. കഴിവുള്ളവരെ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ പ്രയോജനപ്പെടുത്തുക. കുഴിപ്പള്ളി ഒരു മോശപ്പെട്ട സ്റ്റേഷനാണ്. അവിടെ നിങ്ങളെപ്പോലെ സമർത്ഥനായ ഒരു ഇൻസ്പെക്ടർക്ക് ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള സേവനം ആ ഭാഗത്തേക്ക് പ്രയോജനപ്പെടുത്താനാണ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. സർ, ക്ഷമിക്കണം. ഇവിടെ ഞാനൊരു പണി തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അത് പൂർത്തിയാക്കാനുള്ള സാവകാശമെങ്കിലും എനിക്ക് തരണം. നിങ്ങൾ തുടങ്ങി വെച്ചല്ലോ, ഇനി പ്രശ്നമൊന്നുമില്ല.
ഞങ്ങൾ പൂർത്തിയായിക്കൊള്ളാം. ഇപ്പോൾ നിങ്ങൾ കുഴിപ്പള്ളിയിൽ പോയി ജോയിൻ ചെയ്യണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ കോംപ്ലിമെന്റ് ആയി നിങ്ങൾ കരുതിയാൽ മതി. ക്ഷമിക്കണം, ഞാൻ തുടങ്ങി വെച്ച പണി പൂർത്തിയാക്കും മുമ്പ് എന്നെ നിർബന്ധമായി പറഞ്ഞയക്കാൻ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുകയാണെങ്കിൽ അത് കോംപ്ലിമെന്റ് അല്ല, ഒരു പണിഷ്മെന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിപ്പാർട്ട്മെന്റ്സ് ഡിസിഷൻ ഇസ് ഫൈനൽ. യു ആർ എക്സ്പെക്ടഡ് ടു ജോയിൻ ഫോർ ഡ്യൂട്ടി ഓൺ 27th itself. സോറി സർ. എന്താ ഇത്? എന്റെ രാജിക്കത്താണ്. വാട്ട്? മിസ്റ്റർ മാർക്കോസിന്റെ മകനെ അറസ്റ്റ് ചെയ്താൽ സാർ എന്നെ വിളിക്കുമെന്നും വിളിച്ചാൽ ഇങ്ങനൊരു കോംപ്ലിമെന്റ് തരുമെന്നും ഞാൻ നേരത്തെ മനസ്സിൽ കണ്ടിരുന്നതാണ്. എന്റെയും സാറിന്റെയും സമയത്തിന് വിലയുള്ള സ്ഥിതിക്ക് ഈ കത്തെഴുതാനുള്ള സമയമെങ്കിലും നമുക്ക് ലാഭിക്കാം. നിങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഡിപ്പാർട്ട്മെന്റിന് വലിയ നഷ്ടമാണ്. ഇല്ല സർ, എന്നെ പോലുള്ളവർ ഈ ഡിപ്പാർട്ട്മെന്റിന് അധികപ്പറ്റാണ്. പക്ഷേ എനിക്കൊരു ദുഃഖമുണ്ട്. പോലീസ് ട്രെയിനിങ് കോളേജിൽ വെളുപ്പാങ്കാലത്ത് തണുപ്പും സഹിച്ചോടിയിരുന്നപ്പോഴും മുഷീന്ന നിയമങ്ങൾ കാണാതെ പഠിച്ച് ബുദ്ധിമുട്ടിയപ്പോഴും എന്റെ മനസ്സിൽ ഒരു ഇൻസ്പെക്ടറുടെ രൂപമുണ്ടായിരുന്നു. ആ യൂണിഫോമിന് ഒരു മാന്യത ഉണ്ടായിരുന്നു സർ. ആ മാന്യതയും സങ്കല്പമൊക്കെ വലിച്ചെറിഞ്ഞ് തൊപ്പിക്ക് താഴെ കാക്കിയിൽ പുതഞ്ഞൊരു പ്രേതമായി ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സർ. ഗുഡ് ബൈ. ഇതാണ് കുഞ്ഞ് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളത്. ഇതിനെല്ലാം കാരണക്കാരൻ ഈ ഗോപിപ്പിള്ളയാണ്. ആ വീട്ടിൽ പോകുന്ന കാര്യം കുഞ്ഞിനോട് പറയരുതെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഞാനാ. ഞാൻ പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടിയാ. പക്ഷെ ഫലം മറിച്ചാ വന്നത്. എവിടെ പോന്നു? ഞാൻ എന്റെ ചേട്ടനെ കാണാൻ പോവാ. എല്ലാരും കൂടെ ചേർന്ന് എന്റെ ചേട്ടനെ ചീത്തയാക്കിയതല്ലേ? എന്റെ ചേട്ടൻ നല്ലവനാ. ഞാൻ ചേട്ടന്റെ അടുത്തേക്ക് പോയെന്ന് അച്ഛനോട് പറഞ്ഞാ മതി. നീ എവിടെ പോകുന്നു? ഞാൻ പോവാ അച്ഛാ, ചേട്ടനെ കാണാൻ പോവാ. പോകുന്നതിന് മുമ്പായിട്ട് നിന്നോട് ചില സംസാരിക്കാനുണ്ട്. മോളെ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെ അച്ഛാ. അച്ഛൻ ഈ നിമിഷം മരിച്ചിരുന്നെങ്കിൽ മോള് പോകുമായിരുന്നു. അച്ഛാ. എന്നാൽ അച്ഛൻ മരിച്ചു മോളെ. അച്ഛന്റെ മരണത്തിന് കാരണം നിന്റെ ഭർത്താവാണ്. എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞിട്ടും മാർക്കോസ് മുതലാളിയുടെ മകനെ അയാൾ അറസ്റ്റ് ചെയ്തു. അതൊരു മഹാകാര്യമായിട്ട് അയാൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷെ എന്റെ ആത്മാഭിമാനത്തിന്റെ കഴുത്തിലാണ് അയാൾ കത്തിവെച്ചത്. പക്ഷെ അറസ്റ്റ് ചെയ്തുകൂടി തെളിയിച്ചു കഴിഞ്ഞു അയാൾ എന്റെ മരുമകനല്ല എന്ന്. അയ്യോ അച്ഛാ, അങ്ങനെയൊന്നും പറയല്ലേ. പറയും മോളെ. നിന്റെ ഇഷ്ടത്തിനാണ് അച്ഛൻ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ അതും പറഞ്ഞോണ്ട് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് എന്നെ ഭരിക്കാൻ വന്നാലേ നാറിന് ഇവിടെ അതിന് കിട്ടില്ല. ഇല്ലച്ചാ, എല്ലാം ശരിയാക്കാം. ഞാൻ പോയാൽ എല്ലാം ശരിയാകും. ഞാൻ പോയി പറഞ്ഞാൽ ചേട്ടൻ എന്ത് വേണമെങ്കിലും കേൾക്കും. ഇനി എന്നൊന്ന് ശരിയാക്കാൻ അയാളിപ്പോ ഇൻസ്പെക്ടർ ഒന്നുമല്ല, അയാൾ ജോലി രാജിവെച്ചു. മണ്ടൻ. ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടം പോലെ ഇൻസ്പെക്ടേഴ്സിനെ കിട്ടും. ഇയാൾ പോലെ ഒരു പ്രശ്നമല്ല. പക്ഷെ എനിക്ക് പ്രശ്നമാണ്. ജോലിയില്ലാതെ ഒരുത്തന്റെ കൂടെ നടന്ന് നാരായണപിള്ളയുടെ മകൾ തെണ്ടുന്നത് കാണാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. നീയാണ് മറക്കുക. ഈ കുരുക്കിട്ട അച്ഛനാണ്. അത് അഴിക്കാനും അച്ഛനറിയാം. അയ്യോ അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? മോളെ, നീ ഇപ്പൊ അല്പം കരഞ്ഞെന്നിരിക്കും. പക്ഷെ ജീവിതകാലം മുഴുവൻ കരയാതിരിക്കാൻ വേണ്ടിയാണ് അച്ഛനിപ്പോ ഇങ്ങനെ ചെയ്യുന്നത്. കുട്ട, ഇപ്പൊ കുട്ടന് ചേട്ടന്റെ കാശ് വേണ്ടേ? എന്റെ ജോലി പോയി കിട്ടും. പക്ഷെ കുട്ടനുള്ള കാശ് ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. പിള്ളേച്ച, എല്ലാം ഞാൻ അറിഞ്ഞു. ടേക്ക് ഇറ്റ് ഈസി. എന്താ ഇത്? കമോൺ.
പക്ഷെ രവി ഇപ്പൊ കരയേണ്ടത് എന്റെ തോളത്ത് കിടന്നല്ല. തോമച്ച, എനിക്ക് എന്റെ മണിക്കൂട്ടനെ കാണണം. എനിക്ക് എന്റെ മണിക്കൂട്ടനെ ഇപ്പൊ കാണണം. ജോലി പോയതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ മണിക്കൂട്ടൻ ഇപ്പൊ എന്റെ അടുത്തുണ്ടാവണം. ഒന്ന് വിളിക്കുകയല്ലേ വേണ്ടു. ഒരിക്കൽ വന്നതല്ലേ, അന്ന് 2 പടി താഴെ ഇറങ്ങിയാൽ മതിയായിരുന്നല്ലോ. ഞാൻ പോവും. ഞാൻ നാളെ തന്നെ പോകും തോമച്ച. തോമാച്ച, ഓ, അപ്പഴേ ഞാനൊന്ന് പോയിച്ചു വരാം. ആ. ഇനി ഞാൻ അങ്ങോട്ട് ചെന്നില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തരുത്. അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ കീഴടങ്ങാന്നല്ല എന്റെ അർത്ഥം. അത് നമ്മുടെ മഹത്വമാണ്. പോയിട്ട് എന്തു പറയാൻ പോകുന്നു? എന്തോന്ന് പറയാൻ? കുമ്പസരിക്കാൻ പോകുന്നു. ബഹളം ഒന്നും ഉണ്ടാക്കി. ഇല്ലെന്നേ. ടൈം എവിടെ? അവള് മോളെ കൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി. സാർ ഇവിടെ കയറുന്ന തോമാച്ചോ, ഇന്ന് പാക്കാരനാ നമ്മുടെ ശോനം. നല്ല ഐശ്വര്യമായിരിക്കും സാർ. കുറച്ച് കത്തുകളുണ്ട്. നമുക്കൊന്നുമില്ല ഭാസ്കര. ഇല്ല ഇല്ല, ഇത് വെച്ചോ മാച്ച, ഞാൻ വന്നിട്ട് വായിച്ചോളാം. ഒരു രജിസ്റ്റേർഡ് ഉണ്ട്. ഏ? രജിസ്റ്റേർഡ്. ഇതോടെ ഇരിക്കട്ടെ, ഞാൻ പോയിട്ട് വരാം. ഇത് വായിച്ചു നോക്കണം. ആ, വന്നിട്ട് വായിക്കാം. രജിസ്റ്റേർഡ് ലെറ്റർ കിട്ടിയ ഉടനെ വായിച്ചു നോക്കണം. ആ, എന്നാ തോമാച്ചാൻ വരും. തീർന്നല്ലോ, ഇനി പോവാലോ. വിളിച്ച ഒന്നിങ്ങി വന്നേ. വരണം, കാര്യമുണ്ട്, വരണം. എന്താ തോമച്ച? പിള്ളേച്ചൻ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ പോണ്ടെന്ന് വെച്ചാൽ വിഷമിക്കൊന്നും വേണ്ട. ഇത് ശോഭനയുടെ ഡൈവോഴ്സ് നോട്ടീസാണ്. ഡൈവോഴ്സോ? തോമച്ചന് പ്രാന്തുണ്ടോ? പിള്ളേച്ചൻ, ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. എന്നൊന്ന് കേക്കാൻ? ശോഭന എനിക്ക് ഡൈവോഴ്സ് അയക്കാന്ന് വെച്ചാൽ തോമച്ച കാണണോ? ഞാൻ പോയി ഇപ്പൊ വിളിച്ചാൽ ശോഭന എന്നോട് ഇറങ്ങി വരും. പിന്നെ എന്തോന്ന് ഡൈവോഴ്സ്? സമാധാനമായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. അത് വായിക്കേണ്ട ആവശ്യം എന്തോ? വായിച്ചു നോക്കാൻ കാര്യങ്ങൾ അറിയുന്ന എങ്ങനെയാ? പിള്ളേച്ചൻ വായിച്ചു നോക്കണം. ഞാനും ചേട്ടനും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം അച്ഛ. പാടില്ല. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞാണ്. നിനക്ക് വേണ്ടിയാണ് ഞാൻ നോട്ടീസ് അയച്ചത്. ഈ കേസ് ജയിച്ചില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും മോളെ. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും ഈ നോട്ടീസ് അയച്ച കാര്യത്തിൽ ശോഭനയുടെ മനസ്സിന്റെ 100% സമ്മതം പോലും ഇല്ല എന്ന് എനിക്കറിയാം. എന്നെക്കാൾ കൂടെ നിങ്ങൾക്കറിയാമല്ലോ. ഞാനൊന്ന് തീരുമാനിച്ചു. ഞാൻ പിള്ളേച്ചന് വേണ്ടി വാദിക്കും. എന്തിന്? എന്തോന്ന് വാദിക്കാൻ? അതിനൊക്കെ ഞങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തോന്ന് അറിയാൻ തോമച്ച? ഒന്നുമില്ലേലും നമ്മൾ മേലെയും കഴിയും താമസിക്കുന്നവരല്ലേ. അതുകൊണ്ടെന്താ തോമച്ച? നിങ്ങൾ കാണുന്നൊന്നും അല്ല തോമച്ച ഞങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത്. എന്റെ ഒരൊറ്റ ദിവസം മതി കോടതി എനിക്ക് 100 കാര്യങ്ങൾ പറയാൻ കാണും. അതൊന്നും നിങ്ങളുടെ നിയമപുസ്തകത്തിൽ കാണുക. എനിക്കാരുടെയും മക്കാലത്തൊന്നും വേണ്ട. ഞാൻ ഒറ്റയ്ക്ക് വാദിച്ചോളാം. ഇത്തരം കേസുകൾ ബാധിച്ച് വളരെ പേരുള്ള ഒരു വക്കീലാണെന്ന് എനിക്കറിയാം. പണം എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ എനിക്ക് വേണ്ടി നിങ്ങൾ ഈ കേസ് വാദിക്കണം. വേറെ വക്കീലില്ലാത്ത പോലെ. അതുകൊണ്ടല്ല, ഇൻസ്പെക്ടർ ഒന്ന് കൊച്ചാക്കാൻ വേണ്ടിയാ. നിങ്ങൾ എതിരായിട്ട് വാദിക്കുമ്പോ അത് ഞാൻ കൊച്ചാവുമല്ലോ. നീ ചുമ്മാ ഇരുന്ന് പിടയ്ക്കാൻ. പിള്ളേച്ച, നിങ്ങളുടെ അമ്മായിയച്ഛൻ ഇപ്പൊ വന്നിട്ട് പോയി. പുള്ളിക്കൊരു വക്കീല് വേണം. നിങ്ങൾക്ക് ഒരു വക്കീലിന്റെ ആവശ്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങേർക്ക്
ഒരു വക്കീൽ ഉണ്ടായല്ലേ പറ്റൂ. കേസ് കൊടുത്ത ശോഭനയല്ലല്ലോ. അങ്ങേർക്ക് വേണ്ടി ഞാൻ കേസ് വാദിക്കണമെന്നാണ് പുള്ളിക്കാരന്റെ ഡിമാൻഡ്. ഓഹോ, അത് ശരി. തോമാച്ചൻ വാദിക്കണം. എന്റെ വീട്ടുകാരത്തിക്ക് വലിയ പ്രതിഷേധമാണ്. ഇത്ര അടുത്തിരുന്നിട്ട് ഏയ്, അത് ഈ കാര്യമൊന്നുമില്ല. നിങ്ങൾ വാദിച്ചില്ലെങ്കിൽ വേറൊരാൾ വാദിക്കും, അത്രയല്ലേ ഉള്ളൂ. തോമാച്ചൻ എന്തിനാ പതർന്ന്? ഇപ്പൊ എന്റെ പേരിൽ നിങ്ങൾക്ക് തോന്നുന്ന ഈ പതർച്ച ഇതിനു മുമ്പ് എന്റെ അമ്മായച്ചന്റെ പേരിൽ തോന്നിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. നമുക്കൊന്നും പറ്റില്ല തോമാച്ച. നമുക്ക് നമ്മുടെ തൊഴിലാണ് മുഖ്യം. എനിക്കെതിരെ കോടതിയിൽ എങ്ങനെ വാദിക്കണം എന്നുള്ളതാണോ തോമാച്ചന്റെ വിഷയം? അത് സാരമില്ലെന്ന്. ഈ ഒരു കേസിൽ എനിക്കെതിരെ ഏത് വക്കീലായാലും അതൊരു പ്രശ്നമല്ല. ഞാൻ വാദിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ശോഭനയ്ക്ക് വേണ്ടി വാദിക്കാൻ എനിക്ക് മാത്രമേ ഈ ലോകത്ത് പറ്റൂ. ഈ കെട്ടഴിക്കണം. ഞാന് അങ്ങനെയെങ്കിലും തലക്കെട്ട് അയക്കാറില്ല. അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ കോടതിക്കകത്ത് കയറണമെങ്കിൽ കെട്ടഴിക്കണം, ആരായാലും. OP-HMA 7284, ഹർജിക്കാരി കമലാക്ഷിയമ്മ ശോഭനകുമാരി. I appear for the petition, Your Honor. കമലാക്ഷിയമ്മ ശോഭനകുമാരി